പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവമക്കളെ, സ്വന്തം യേശു കൈമാറിയ അധികാരങ്ങളുണ്ട്. അതിലൊന്നിതാണ്. അങ്ങനെയാണെങ്കിൽ പറ, ഏത് ദുഷ്ടശക്തിയും എനിക്ക് എതിരല്ല, എൻ്റെ തലമുറയ്ക്ക് എതിരല്ല, എൻ്റെ കുടുംബത്തിനെതിരല്ല. അവരെൻ്റെ കാൽ കീഴാക്കി തന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പോ ഇവിടെ ആരോടാ ദൈവം സംസാരിക്കുന്നത്? 16-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഒന്നോടെ ഒന്നാ ഭാഗം വായിച്ചാൽ ഒരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ അനുസരണം പരക്കെ എല്ലാവർക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഒരു ദൈവ പൈതല് എന്തുള്ളവനായിരിക്കണം? അനുസരണമുള്ളവനായിരിക്കണം. അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികളിലുണ്ട്. അനുസരിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ അനുസരിക്കുന്നവർക്ക് അധികാരം കൈമാറുന്ന ഒരു ദൈവമുണ്ട്, അധികാരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, അവകാശങ്ങളെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, വാഗ്ദത്തങ്ങളെ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, വാഗ്ദത്തങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര വർഷം കഴിഞ്ഞാലും നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം അത് നിവർത്തിക്കാതിരിക്കത്തില്ല. ദൈവം നിവർത്തിക്കാതിരിക്കത്തില്ല. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അനുസരണക്കേട് കാണിക്കരുത്. അനുസരണക്കേട് കാണിക്കരുത്. പ്രൈസ് ഗോഡ്. കാലേബിനെ കുറിച്ച് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, യോശുവയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കാലേബ് ദൈവത്തോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നു എന്ന് എഴുതിയിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 14:9. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. പൂർണ്ണമായി പറ്റി നിന്നു. ഈ കാലേബിനോട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയോട് നീ പൂർണ്ണമായി പറ്റി നിന്നു. 45 വർഷം കേട്ടോ, 45 years.